എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി അറിയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ യജമാനനേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 21-ാമത് വാക്യം. നീ അവനോടിണങ്ങി സമാധാനമായിരിക്ക, അതിനാൽ നിനക്ക് നന്മ വരും എന്ന വചനമാണ്. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് സമാധാനമായിരിക്കാൻ കഴിയുന്നു എങ്കിൽ ദൈവത്തിങ്കിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നമുക്ക് നൽകുമെന്ന് നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ, പത്രോസിനെ പിടിച്ച് ഹേരോദ രാജാവ് കാരാഗൃഹത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്. കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പത്രോസിനെ സംബന്ധിച്ച് അടുത്ത ദിവസത്തിൽ തൻ്റെ തല ഛേദം ചെയ്യുവാനായിട്ട് പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അറിഞ്ഞിട്ടും അതിനപ്പുറത്ത് ദൈവത്തിലുള്ള വിശ്വാസവും ആഴമായ പ്രാർത്ഥനയുമാണ് തൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഏറ്റവും വലിയ അസമാധാനത്തെ മറികടക്കുവാൻ കഴിയുന്ന ദൈവിക സമാധാനം പത്രോസിൻ്റെ മേലുണ്ടായത് എന്നതാണ്. ആ സമാധാനമാണ് ആ പ്രതികൂലം നിറഞ്ഞ രാത്രിയിൽ ആഴമായ കാവൽ കാത്തുകൊണ്ടിരിക്കുകയും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന പത്രോസ് സുഖമായി കിടന്നുറങ്ങുന്നതിൻ്റെ പിന്നിലെ കാരണം പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, സന്തോഷിപ്പാൻ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും അല്ല. അടുത്ത ദിവസത്തിൽ എന്താണ് സംഭവിക്കപ്പെടാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ, ചിരച്ഛേദം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ പത്രോസ് കിടന്നുറങ്ങുന്നു എങ്കിൽ പത്രോസിന് സമാധാനമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നു എങ്കിൽ ആ സമാധാനമാണ് ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സമാധാനം. ആ നിലയിൽ സമാധാനിക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വഴി നമുക്ക് വേണ്ടി തുറന്നു തരുവാൻ ദൈവത്തിന് കഴിയും എന്ന് നാം അറിയണം. സമാധാനത്തോടെ കാരാഗൃഹത്തിനകത്ത് കിടന്നുറങ്ങുന്ന പത്രോസിന്റെ അരികിൽ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങിച്ചെന്ന് തന്നെ തട്ടി ഉണർത്തി തന്നെ കാരാഗൃഹത്തിന് പുറത്തു കൊണ്ടുവന്ന് വിടുവിച്ചു എന്ന് വായിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് സമാധാനമായി നമുക്കിരിക്കുവാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ കഴിയുമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിസ്സാര പ്രശ്നങ്ങളുടെ മുമ്പിൽ, ചെറിയ വേദനകളുടെ നടുവിൽ സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുകയല്ല, ദൈവത്തിൽ വിശ്വസിച്ച് സമാധാനത്തോടെ ഇരിപ്പാനും
ദൈവിക നന്മകൾ അനുഭവിപ്പാനും നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് ദിവ്യമായ ദൈവിക സമാധാനം നൽകണം. ആ സമാധാനത്തിൽ ജീവിപ്പാനും നന്മ പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.